എവിടെ ആയിരുന്നു? ഞാനൊരു വണ്ടി നോക്കാൻ പോയതാ. പോലീസ് ജീപ്പ് ആയിരിക്കും. എങ്ങനെ മനസ്സിലായി? എന്തിനാ വിശ്വട്ടാ ഇങ്ങനെ വല്ലവരുടെയും കാര്യത്തിന് വേണ്ടി? അവനവന്റെ കാര്യം നോക്കി നടന്നാ പോരെ? എല്ലാരും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാലേ ജീവിതം വെറുതെ കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടിയായി പോയേനെ. അതിങ്ങനെ പെയിന്റ് അടിച്ച് എല്ലാ സ്റ്റൈലായിട്ട് കൊണ്ട് നടക്കണമെങ്കിലേ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കണം. ഹോൺ അടിച്ചിട്ട് മാറാത്തവന്മാർക്ക് നല്ല അടിയും വെച്ച് കൊടുക്കണം. ഈ ഇടയ്ക്ക് അങ്ങനെ ഹോൺ അടിച്ച കേസാണ്. റേഷൻ കടക്കാരനായി ഇട്ടൂപ്പിനെ തല്ലിയ കേസില്ലേ? ഈശ്വര, ആ ഇട്ടൂപ്പേട്ടനെ നിങ്ങൾ തല്ലിയോ? അയാള് നല്ലൊരു മനുഷ്യനല്ലേ? നല്ല മനുഷ്യനാ, പക്ഷെ അയാളുടെ മോനെ തല്ലിയിട്ട് കണ്ണും മോറും ഒക്കെ പോയിന്നേ. അയാളുടെ മോനെ തല്ലിയതിന് നിങ്ങൾക്ക് എന്താ? മോനാണെന്ന് വിചാരിച്ച് എന്തും ചെയ്യാമെന്നോ? അവൻ നല്ല മാർക്ക് വാങ്ങി പാസ്സായി കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. കോളേജിൽ പോണ്ട റേഷൻ കടയിൽ നിന്നാ മതി എന്ന് അയാള്. അതിന് സമ്മതിക്കാത്തതുകൊണ്ടാ അയാൾ എടുത്തിട്ട് അടിച്ച്. മോൻ അപ്പനെ കയറി തല്ലണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ കയറി തല്ലിയത്. ഓ, പഷ്ട ന്യായം. കോംപ്രമൈസായി ഇട്ടിപ്പോ മോനെ കോളേജിൽ വിട്ടു. അടുത്തെങ്ങും കോളേജില്ല, അതുകൊണ്ടാ വിടാഞ്ഞെന്ന്. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇവിടെ നാട്ടിലെ ഒരു കോളേജ് ഹോസ്റ്റലൊക്കെ വേണം. നമ്മുടെ സമരം വിജയിക്കും വിശ്വട്ടാ. ന്യായമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇപ്പൊ ഞാൻ ഗുണ്ടാ ലിസ്റ്റിലൊക്കെ ഉള്ള ആളല്ലേ, ഇല്ലെങ്കിൽ ആ വഴിക്കും പോയി നോക്കാം. ദേഷ്യം വരുമ്പോ ഇവക്കൊരു ലൈലൻഡ് ലോറിയുടെ ഫേസ് കട്ടില്ലേ, ഇങ്ങനെ നിസ്സാര കാര്യത്തിന് നീ എന്തിനാ മുഖം കറപ്പിക്കുന്നത്? വിശ്വേട്ടൻ എല്ലാം നിസ്സാര. എന്നും തല്ലും വഴക്കും പോലീസ് കേസും. ഒന്ന് വരാൻ വയ്യാലേ ചങ്കില് തീയാ. നാട് മൊത്തം ശത്രുക്കളല്ലേ. എന്നെ മോളെ കുറിച്ച് വിശ്വേട്ടന് വല്ല ചിന്തയുണ്ടോ? ഇട്ടൂപ്പിന്റെ മോൻ കോളേജ് ചേരാത്ത വിശ്വേന്റെ ഇപ്പത്തെ സങ്കടം. നീ പഴയതൊക്കെ മറന്നോ? ഇട്ടൂപ്പിന്റെ മോന്റെ കണ്ണിൽ ഞാൻ കണ്ടത് എന്റെ കണ്ണീരാണ്. ഒരുപാട് ആഗ്രഹിച്ചിട്ടും പഠിക്കാൻ സാധിക്കാതെ പോയ ഒരുവന്റെ കണ്ണീര്. നിനക്കറിയാലോ, എൻ്റെ അച്ഛനെ കടല് കൊണ്ടുപോയിട്ടും എൻ്റെ അമ്മ മീൻ കൊട്ടച്ചവന്ന എന്നെ പഠിപ്പിച്ച്. ഞാൻ നന്നായി പഠിക്കുകയും ചെയ്തു. കോളേജിൽ ചേരാൻ സ്വപ്നം കണ്ടിരുന്നപ്പോഴാ അമ്മ തളർന്നു വീണത്. 8 വർഷം ചലനമിട്ട് കിടന്നു. ഒരു മോനെ കൊണ്ടാകാവുന്ന പോലൊക്കെ ഞാൻ പരിചരിച്ചു. അന്നൊക്കെ ഒരു സഹായത്തിന് ഓടിയെത്തിയത് നീയായിരുന്നു. എൻ്റെ സങ്കടങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത് നീ മാത്രമായിരുന്നു. എന്നിട്ടിപ്പം ആ നീ പോലും. ഇല്ല വിശ്വേട്ട, പേടി കൊണ്ട് പറഞ്ഞത്. ഇനി പറയില്ല. വെരി ഗുഡ്. ഓക്കെ അല്ലേ സാർ? ഓക്കെ. അച്ചോ ഷോട്ട് ഓക്കെ. അച്ചോ ഷോട്ട് ഓക്കെ. ഇത് രണ്ടും ഓക്കെയാണ്. ഓക്കെ ശരി. അച്ഛൻ ക്യാരക്ടർ ശരിക്കും ഉൾക്കൊണ്ട് ചെയ്തല്ലേ? നമ്മുടെ അച്ഛൻ പൊളിക്കാൻ